ഇന്നത്തെ എപ്പിസോഡിൽ ആദർശ് നയനേനായിട്ട് വരുന്നത് കാണുമ്പോൾ ജലജ ചോദിക്കും, അപ്പോൾ നിങ്ങളല്ലേ ഡിവോഴ്സ് ആവാൻ പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ ആൾക്കാരെ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം മുത്തശ്ശൻ പറയും, നീ എന്തായാലും നയനേനെ വിളിച്ചുകൊണ്ടുവന്നത് നന്നായി. ജലജയ്ക്കായിരുന്നു ഇവിടെ ഏറ്റവും സങ്കടം. നീ അങ്ങ് ഡിവോഴ്സ് എടുക്കുക എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ പറഞ്ഞെങ്ങനെയും തിരുത്തണം, എന്നിട്ട് മോളെ തിരിച്ചു കൊണ്ടുവരാൻ പറയണം എന്നൊക്കെയാണ് ജലജ ഇവിടെ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും. അതിനുശേഷം ആദർശ് പറയും, എനിക്കെങ്ങനെ അവളെ വിട്ട് കളയാൻ പറ്റുമോ, ഞങ്ങൾ തമ്മിൽ തല്ലുകൂടി, ഇവളുടെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്, അവളത് സമ്മതിക്കുകയും ചെയ്തു, അതുകൊണ്ട് അവളെ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ തന്നെ പറയട്ടോ. അപ്പോൾ ജലജ പറയും, നീ എടുത്ത തീരുമാനമൊക്കെ നല്ലതാണ്, പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തി എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല പറയും. അപ്പോൾ ആദർശ് പറയും, അമ്മ ഇങ്ങനെ പെരുമാറിയാലും വേണ്ടില്ല, അമ്മ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നൊക്കെ പറയും. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയും, അത് തന്നെയാണ് മോനെ വേണ്ടത്, നീ ഇറങ്ങി പോവുകയാണെങ്കിൽ ഇറങ്ങിപ്പോകണം, നിങ്ങൾക്ക് ജീവിക്കാനല്ലേ, കൂടെ നിൻ്റെ ഭാര്യ ഉണ്ടാവണം എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ആദർശ് പറയും, ഇനി എനിക്ക് അമ്മ നിന്നെ സ്നേഹിക്കുന്നതൊക്കെ നേരിട്ട് കാണാമല്ലോ, ഒരു ഒളിയും മറിയൊന്നും വേണ്ട, അമ്മേനായിട്ട് നീ അമ്മേനെയും കൂടിയിട്ട് കുറേ യാത്രകൾ പോകണം, അമ്പലങ്ങളിൽ പോകണം, നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടി ഞാൻ കുറേ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു, ആ അമ്പലങ്ങളിലേക്കൊക്കെ നിങ്ങൾ രണ്ടുപേരെയും കൂടി പോകണം, നീ എന്താ അമ്മേനെ കാണാൻ പോകണില്ലേ ചോദിക്കുമ്പോൾ അതേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന പോവാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമോ. അപ്പോൾ നയന വന്നിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് ദേവയാനി പറയും, മോളെ അവൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു, മോള് വന്നല്ലോ അവസാനം എന്നൊക്കെ പറയും. അങ്ങനെ സംസാരിച്ചതിന് ശേഷം നയന ചോദിക്കും, അമ്മയ്ക്ക് ആദർശേട്ടനെ കാണണ്ടേ ചോദിക്കും. ഞാനില്ല, അത് വേണ്ട, എനിക്ക് അതിനൊരു ചമ്മല എന്നിങ്ങനെ പറയട്ടോ. അമ്മയുടെ ഈ ചമ്മൽ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായതെന്നൊക്കെ പറയും. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.